പുണ്യനബി ജനിച്ചത് മുതൽ ഇനി വരുന്ന റബീഉൽ അവ്വൽ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 2024 സെപ്റ്റംബർ 16 1499 മീലാദ്. പുണ്യനബി ജനിച്ചിട്ട് 5,31,196 ദിവസവും 13 മണിക്കൂറും. ലോകത്തേതെങ്കിലും നേതാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ചരിത്രത്തിലെ രേഖയാണ്. 609 ആഗസ്റ്റ് മാസം 25 റമദാൻ 17 ഗാർ ഥൗറിൽ ഗാർ ഹിറായിൽ ഇരിക്കവേ പുണ്യനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയുണ്ടാകുന്നത്. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി എന്ന് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 40 വയസ്സും 6 മാസവും 12 ദിവസവുമാണെന്ന് കണക്ക്. 40 വയസ്സ് 6 മാസം 12 ദിവസം. 609 ആഗസ്റ്റ് 25 റമദാൻ 17. അതിനിടയിൽ ഇപ്പോ ഈ ന്യൂമോൺ ചന്ദ്രവാദികൾ ഉണ്ടല്ലോ, മണിക്ഫാനികൾ, ഡോക്ടർ കോയക്കുട്ടി ഫാറൂഖി, ഞാൻ വ്യക്തിയാക്ഷേപം നടത്തുകയല്ല, അവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമല്ലാത്ത അഭിപ്രായം പ്രചരിപ്പിക്കുന്നു. PPA കരീം ഡോക്ടർ, പൗർണമി രാവിലാണ് പ്രവാചകൻ ജനിച്ചത്, റബീഉൽ അവ്വൽ 14 എന്നൊക്കെ ശരിയല്ല. അവർ അതിന് ന്യായം പറയുന്നത് പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസത്തിലാവണമല്ലോ പുണ്യനബിയുടെ ജന്മം എന്നുള്ളതാണ്. സിറാജൻ വഹാജ എന്ന സൂര്യനെയും ഖമറൻ മുനീറ എന്ന നിലാവിനെയും കുറിച്ച് പറഞ്ഞ ഖുർആൻ പുണ്യനബിയെ കുറിച്ച് പറയുന്നത് സിറാജൻ മുനീറ എന്നാണ്. അലയിക്കണം. സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു സിറാജൻ വഹാജ, നിലാവിനെ കുറിച്ച് പറഞ്ഞു ഖമറൻ മുനീറ. പുണ്യനബിയെ കുറിച്ച് പറഞ്ഞു സിറാജൻ മുനീറ. പുണ്യനബി സിറാജാണ്, മുനീറാണ്, സൂര്യനുമാണ്, ചന്ദ്രനുമാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അങ്ങ് ഉമ്മയാണോ ബാപ്പയാണോ? ഐ ആം കൺഫ്യൂസ്ഡ്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ. ഇവിടെ ഖുർആൻ അതല്ല പ്രയോഗം. സൂര്യനുമാണ്, ചന്ദ്രനുമാണ്. അങ്ങനെ ഒരു പൂർണ്ണ നിലാവായി നബിയുദിച്ച രാവ് വേറെ ഒരു നിലാവിന്റെയും പൗർണമിയുടെയും ആവശ്യമില്ല. അതാണ് യുക്തം. അതുകൊണ്ടാണ് 14 രാവ് അല്ലാതിരുന്നത്, 12 രാവിലായത്. റമദാൻ 17. അപ്പൊ ലൈലത്തുൽ ഖദർ 27 എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ അതിനെ ജംഅ് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദറിനോട് യോജിക്കുന്ന ദിവസം. പുണ്യനബിയിലേക്ക് വഹിയുണ്ടായ ദിവസം ബദർ നടന്ന ദിവസത്തിന് യോജിക്കുന്ന ദിവസമാണ്. റമദാൻ 17 തിങ്കളാഴ്ചയാണ്. ഞാൻ അവിടെ തന്നെ കറങ്ങി നേരം കളയുകയല്ല, നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോ 570 മെയ് 5 ജനിക്കുന്നു. 40 വയസ്സും 6 മാസവും 12 ദിവസവുമായ സമയത്ത്, അത് ആഗസ്റ്റ് 25 എന്നുള്ളതും കൃത്യമാണ്. ഇപ്പോ ഈ മുബാറക് ഫൂരി വളരെ സുപ്രസിദ്ധനായ പണ്ഡിതൻ തന്നെയാണ് ഉത്തരേന്ത്യയിലെ. റഹീഖുൽ മഖ്തൂമിൽ അദ്ദേഹം ആഗസ്റ്റ് 10 എന്നാണ് പറയുന്നത്. അത് കൂടുതൽ കൃത്യമായ സമീകരണത്തിൽ ശരിയാവണമെന്നില്ല. മഹാപണ്ഡിതൻ അലീമിയാൻ അബുൽ ഹസൻ അലൈ അൻ-നദവി റഹിമഹുല്ല, അദ്ദേഹം ആഗസ്റ്റ് 6 എന്നാണ് പറയുന്നത്. അതും കൃത്യമായ സമീകരണത്തിൽ ശരിയാവണമെന്നില്ല. ആഗസ്റ്റ് 25 609 ആഗസ്റ്റ്, റമദാൻ 17. ഈ കണക്കാണ് കൃത്യമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇന്ന് 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ഇനി സംഭവിക്കുന്ന സൂര്യഗ്രഹണം എപ്പോഴാണ്, ചന്ദ്രഗ്രഹണം എപ്പോഴാണ് എന്ന് ഇന്നേ നമുക്ക് ശാസ്ത്രീയമായി പ്രവചിക്കാൻ കഴിയുമല്ലോ. ആസ്ട്രോണമിക്കൽ സൈറ്റുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നതുപോലെ എന്നൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു ഭൂമിയിൽ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നത്, കഴിഞ്ഞുപോയത് എന്നും നമുക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയുന്ന പ്രവാചക ജീവിതത്തിലെ ഒരു സംഭവമുണ്ടല്ലോ. പുണ്യനബിയുടെ ആൺകുട്ടികൾ പെടുന്നനെ വഫാത്തായി പോയിട്ടുണ്ട്. മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഒരു പുണ്യനബിയുടെ പത്നിയിൽ പുണ്യനബിക്കുണ്ടായ മകനായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിം പെടുന്നനെ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം മരണപ്പെട്ട ദിവസം മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായി.
സൂര്യഗ്രഹണം ഉണ്ടായപ്പോ മദീനയിലെ വിശ്വാസികളിൽ പലരും പ്രചരിപ്പിച്ചു, കണ്ടില്ലേ, പുണ്യ നബിയുടെ പുത്രൻ വഫാത്തായതിനെ തുടർന്ന് പ്രകൃതി പോലും ദുഃഖിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണം. തന്റെ പേരിൽ കെട്ടുകഥയും ഊഹാപോഹവും പ്രചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നേതാവ് മിമ്പറിൽ കയറി, മദീനയിലെ മിമ്പറിൽ കയറി. മാബൈന ബൈതി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മിമ്പറിൽ കയറി. മിമ്പരി അലാ ഹൗദി, എന്റെ മിമ്പർ ഹൗദുൽ കൗസറിന്റെ മീതയാണ് എന്ന് പറഞ്ഞ മിമ്പറിൽ കയറി. മദീനയിൽ പോയാൽ മാർബിൾ അല്ല കാണേണ്ടത്, ഓട്ടോമാറ്റിക്കലി ചൂട് വരുമ്പോ നിവരുന്ന കുടയല്ല കാണേണ്ടത്, ചന്തി പിറകെ പിടിച്ച് സെൽഫി എടുക്കാനല്ല മദീനയിൽ പോകേണ്ടത്. മദീനയിൽ പോകേണ്ടത് ഇതോർക്കാനാണ്. മിമ്പരി അലാ ഹൗദി, ഞാൻ ഈ കയറി നിൽക്കുന്ന മിമ്പറാണ് മഹ്ശറിൽ ഏദൻ മുതൽ ഈലാ വരെ നീണ്ടുകിടക്കുന്ന, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും കോപ്പകൾ, നക്ഷത്ര തുല്യമായ കോപ്പകളെ കൊണ്ട് മലായിക്കത്തെ സപ്ലൈസ് ആയിട്ടുള്ള പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ബാലന്മാർ സപ്ലൈസ് ആവുന്ന, വളണ്ടിയേഴ്സ് ആവുന്ന ഹൗദുൽ കൗസറിന്റെ മീതയാണ് എന്റെ മിമ്പർ ഉള്ളത്. ആ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. അതിന്റെ ഉദയാസ്തമനങ്ങൾക്ക്, അതിന്റെ ഗ്രഹണ നിഗ്രഹണങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുടെ ജനമൃതികളുമായിട്ട് ബന്ധമില്ല. ഇവിടെ നമ്പൂതിരി പറഞ്ഞല്ലോ, നടപ്പുമായി ബന്ധമില്ല, ഇരിപ്പുമായി ബന്ധമില്ല, കിടപ്പുമായി ബന്ധമില്ല, ജനമൃതികളുമായി ബന്ധമില്ല. തിരുത്തി. ആ സംഭവമുണ്ടായത്, പുണ്യനബി ജനിച്ചത് 570 മെയ് 5-നാണെങ്കിൽ ആ സംഭവം ഉണ്ടായത് ക്രിസ്തബ്ദം 632 ജനുവരി മാസം 1-ാം തീയതിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്, ഹിജറ കണക്ക് കൂട്ടിയാൽ. പക്ഷെ ഇന്ന് സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും, പുണ്യ നബിയുടെ പുത്രൻ വഫാത്തായ ദിവസം മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിലെ സൗദി അറേബ്യയുടെ പൊസിഷൻ സൂര്യഗ്രഹണത്തിന്റെ ചുവട്ടിലായിരുന്നു. എത്ര കൃത്യമാണ് കണക്ക്! അതാണ് ഞാൻ വെറുതെ ആവേശത്തിന് പറഞ്ഞതല്ല. ഹിസ്റ്റോറിസിറ്റി എന്ന് പറഞ്ഞാൽ കൊത്തൊന്ന് കഷ്ണം രണ്ട് വാക്കില്ല, തെറ്റാത്ത ഗണിതമാണ്. ഗ്രഹണമുണ്ടായി എന്ന് ഹദീസിൽ വരുന്നു. ഗ്രഹണമുണ്ടായ ദിവസം ഏത് എന്ന് സീറയിൽ വരുന്നു. സീറയിൽ വരുന്ന അറബ് കണക്കും അതിന്റെ ഇന്നത്തെ ഗ്രിഗോറിയൻ കണക്കും സമീകരിക്കപ്പെടുന്നു. ഗ്രഹണത്തിന്റെ നാൾവഴികൾ ആസ്ട്രോണമേഴ്സ് രേഖപ്പെടുത്തുന്നു. നോക്കുമ്പോ പുണ്യനബിയുടെ പുത്രൻ വഫാത്തായ, ഇബ്രാഹിം വഫാത്തായ, പുണ്യനബി കരഞ്ഞൊരു ദിവസമാണത്. ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹസൂനൂൻ. ഇബ്രാഹിമിന്റെ പൊന്നുമോന്റെ മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പുണ്യനബി വേബുതുകൊണ്ടു വിങ്ങിപ്പൊട്ടി ഗദ്ഗദ കണ്ഠനായി. പൊന്നുമോനെ ഇബ്രാഹിം, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹസൂനൂൻ, ദുഃഖമുണ്ട് ഇബ്രാഹിമേ, നീ പോയി കളഞ്ഞല്ലോ നേരത്തെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഗ്രഹണമായിരുന്നു. അതേപോലെ ആ ദിവസം നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. മിനിറ്റ്. നിര്യാണ ദിവസം ഞാൻ ജനുവരി 1 632 എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. ജനുവരി 27 632 പറയുമ്പോ ഒരു നെയ്യത്ത് വെച്ചിട്ട് പറയുകയാണല്ലോ. ജനുവരി 1 അല്ല, 632 ജനുവരി 27 ആ സംഭവം ഉണ്ടാകുന്നത്. കണക്ക് വായിച്ചു പോയാൽ 632 പ്രവാചകന്റെ ജീവിതത്തിലെ നിർണായകമായ വർഷമാണ്. അതേ 632 മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ചയാണ് പുണ്യനബിയുടെ ഹജ്ജത്തുൽ വിദായിലെ അറഫ പ്രഭാഷണം നടക്കുന്നത്. ഇസ്ലാം ഏകദേശം സമ്പൂർണമാവാൻ പോവുകയാണ്. തന്നെ ആട്ടിപ്പായിച്ച നാട് ഫത്ഹു മക്ക, അതിന്റെ മുമ്പേ കൊല്ലത്തിൽ അധീനതയിലേക്ക് വന്നു. ലോകം മുഴുവനും പുണ്യനബി കൊളുത്തിയ പ്രകാശമെത്തി, ദീപാങ്കുര വട്ടമെത്തി. ഫിലിപ്പ് കഹിറ്റിയുടെ അഭിപ്രായ പ്രകാരം അന്ന് ഭൂമിയിൽ 12 കോടി മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഭൂമിയിൽ ഏകദേശം 800 കോടി മനുഷ്യർ എന്ന് പറഞ്ഞതുപോലെ പുണ്യനബി ഹജ്ജത്തുൽ വിദാഇന്റെ ആ പ്രഭാഷണം നിർവഹിക്കുന്ന ആ കാലയളവിൽ
ദ ഹിസ്റ്ററി ഓഫ് അറബ്സ് എഴുതിയ ഫിലിപ്പ് കഹിറ്റിയുടെ അഭിപ്രായ പ്രകാരം 12 കോടി മനുഷ്യരാണുള്ളത്. മനുഷ്യരുടെ ഭൂമിയുടെ ചരിത്രം പിറകിലേക്ക് പോകുന്തോറും പോപ്പുലേഷൻ കുറഞ്ഞു വരും. അത് ഖുർആന്റെ ഒരു സത്യതയുടെ അടയാളം കൂടിയാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻഥ, നിങ്ങളെ ഞാൻ സർജനം ആരംഭിച്ചത്, മനുഷ്യവംശത്തിന്റെ ആരംഭം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. 2 4 ആയി, 4 8 ആയി, 8 16 ആയി, 32 ആയി, 64 ആയി, അങ്ങനെയാണ് കൂടിയത്. ആ ഘടനയാണ് ഇവിടെയും ഉള്ളത്. ഇന്ന് 800 കോടി ഏകദേശം, അന്ന് 12 കോടി. ആ സംഭവം ഉണ്ടാകുന്നത് ലിയുബല്ലിഗുന ഷാഹിദുനിൽ ഗായിബ, പുണ്യ നബി ഇസ്ലാമിക ദഅവത്തിന്റെ സമ്മതം കൊടുത്ത മഹാദിവസം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണത്തിന്റെ വിളംബരം മുഴങ്ങിയ ദിവസം. അന്നെല്ലാവരും ചിരിച്ചപ്പോൾ ഇത് പുണ്യനബിയുടെ വഫാത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കി ഏങ്ങി സിദ്ദീഖ് കരഞ്ഞ ദിവസം. ആ സിദ്ദീഖ് കരഞ്ഞ ദിവസം 5/3/632 മാർച്ച് മാസം 5-ാം തീയതി വ്യാഴാഴ്ച. അത് കഴിഞ്ഞിട്ട് 3 മാസവും 3 ദിവസവും കഴിഞ്ഞ് 632 ജൂൺ 8-ന്, ആലോചിച്ച് നോക്കണം, 632 ജൂൺ 8-ന് റബീഉൽ അവ്വൽ 12-ന് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്നും വഫാത്തായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 632 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. ഞാൻ ആ ഭാഗം ആവേശം കയറി പറയുകയല്ല, ഇതെത്ര കൃത്യമാണ്. ഈ കൃത്യത ലോകത്ത് വേറൊരു നേതാവിന് പറയാനില്ല എന്ന് പറയുന്നത് പോലും അനുചിതമല്ലേ? ഇത്ര കൃത്യമായ ചരിത്രമുള്ള ലോക നേതാവ് വേറെ ഇല്ല എന്ന് പറയുന്നത് പോലും അനുചിതമല്ലേ? അങ്ങനെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ശൈഖുന അംസഹ് ഉസ്താദ് പറഞ്ഞല്ലോ മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ പുസ്തകത്തെ കുറിച്ച്, The 100 most influential personalities in the human history. ഒന്നാമൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമൻ ജീസസ് ക്രിസ്റ്റ്, പിന്നെയാണ് ശ്രീബുദ്ധൻ വരുന്നത്. ഗാന്ധിജി ഇടം പിടിച്ച, നെൽസൺ മണ്ടേല ഇടം പിടിച്ച, പ്ലാറ്റോ ഇടം പിടിച്ച, അരിസ്റ്റോട്ടിൽ ഇടം പിടിച്ച, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇടം പിടിച്ച ആ മഹാപട്ടികയിൽ വിശ്വമാനവിക ചരിത്രത്തെ അടയാളപ്പെടുത്തിയ മഹാരഥന്മാരുടെ ആ ഘോഷയാത്രയിൽ പതാക ഏന്തിയ നേതാവിന്റെ പേര് ലിവാഉൽ ഹംദ് എന്ന പതാക നാളെ ഏന്തുന്ന നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഹിജറ പോയത്, സലമാനി ഉസ്താദ് പറഞ്ഞു ഹിജറ അതിന്റെ ഇടയിൽ മെൻഷൻ ചെയ്യണമെന്ന്. അത് പറഞ്ഞുകൊണ്ടല്ല, അതിന്റെ നാൾ വഴിയിൽ സ്വാഭാവികമായി വരുന്നതാണ്. ഹിജറയുടെ കാര്യത്തിൽ വന്ന ഒരു കൺഫ്യൂഷൻ കൂടി ഈ പറയുന്ന നമ്മുടെ ജന്നത്തീയതിയെ ബാധിച്ചിട്ടുണ്ട്. ഹിജറ പോയ കൊല്ലം ഞാൻ നേരം കളയുകയല്ല, 621 സെപ്റ്റംബർ മാസത്തിലെ റബീഉൽ അവ്വലാണ് ഹിജറ പോയത്. 621 സെപ്റ്റംബറിൽ ഒക്കുന്ന റബീഉൽ അവ്വൽ, അതിന്റെ ഡേറ്റ് കറക്റ്റ് അല്ല. ആ റബീഉൽ അവ്വൽ 1-നാണ് പോകുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തിങ്കളാഴ്ചയാണ്. ഗാർ സൗറിലേക്ക് പോകുന്നു. ഗാർ സൗറിലേക്ക് പോയി നോക്കൂ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. മക്കയിൽ പോകുമ്പോൾ പലതും കാണുമ്പോൾ ഏകദേശം ഈ സദസ്സിലുള്ള നല്ലൊരു ശതമാനം ആളുകളും ഉംറക്കും ഹജ്ജിനും പോയവരായിരിക്കും. പോയവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്ക് ഇവിടെ എത്താനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോരുത്തർക്കും ഓരോ കാഴ്ച കാണുമ്പോഴായിരിക്കും മനസ്സ് പടക്കുക. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആലോചിച്ചാൽ ഹൃദയ വിജൃംഭണം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നൊരു ദൃശ്യം ഈ പറയുന്ന ഗാർ സൗർ കാണുമ്പോഴായിരിക്കും. ഹിജറക്ക് പോകുമ്പോൾ ഒളിച്ച ആ ഗുഹ, ബാക്കി ഗുഹയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം, പക്ഷെ ഈ ഗുഹ ഇങ്ങനെ നോക്കണം. എങ്ങനെയായിരിക്കും ആ കാലത്ത്? നടക്കുമ്പോ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട്. പുണ്യനബിയുടെ അപ്പം വിരൽ വെച്ച് കുത്തിയിട്ട് ചോര വന്നിട്ടുണ്ട്. ആ ചോര വാർന്ന കാലുമായിട്ടാണ്, ഒരു കൈയിൽ പൊട്ടിയ വാറുള്ള ചെരുപ്പുമായിട്ട് ആ ഗുഹയുടെ മുകളിലേക്ക് പുണ്യനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. 621 സെപ്റ്റംബറിലെ റബീഉൽ അവ്വൽ 1-ന് വ്യാഴാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത്. സുബഹിക്ക് ശേഷം വെള്ളി, ശനി, ഞായർ 3 ദിവസം ഗുഹാന്റെ ഉള്ളിൽ നിന്നു.
പ്രസംഗിയെ പറഞ്ഞു പോവാൻ വളരെ ആസൂത്രിതം. അബൂബക്കർ റളിയല്ലാഹു ഒട്ടകത്തെ തയ്യാറാക്കുന്നു, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ മകളെ തയ്യാറാക്കുന്നു, വാർത്തകൾ ഒപ്പിയെടുത്ത് അറിയിച്ചു കൊടുക്കാൻ അടിമയെ തയ്യാറാക്കുന്നു, അതിന്റെ അകത്ത് പാലെത്തിച്ചു കൊടുക്കാൻ വേറെ അടിമ ആമിർ ബിൻ ഫുഹൈറയെ തയ്യാറാക്കുന്നു. എന്നിട്ട് പച്ചപ്പാല് ദാഹം കൊണ്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു കുടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംസാരമുണ്ട്, പച്ച കുടിക്കല്ല, പച്ചപ്പാൽ അത്ര നന്നില്ല, ചൂടാക്കാം. എന്നിട്ട് പകൽ മുഴുവനും വെയിലേറ്റ് തപോഗ്രമായ മരുഭൂമിയിലെ ചരൽക്കല്ലെടുത്ത് ആട്ടിൻ പാലിട്ട് ചൂടാക്കിയിട്ട് അബൂബക്കറിനെ വെച്ചു കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവം ഉണ്ടായത് ഈ പറയുന്ന നാളുകളിലാണ്. ശനി, ഞായർ, തിങ്കളാഴ്ച രാവിലെ ഇറങ്ങി ഗുഹയിൽ നിന്ന് യമനിന്റെ ദിശയിലേക്ക് ചെങ്കടൽ തീരം വഴി നടന്നു. ഇന്നത്തെ ജിദ്ദയുടെ അരികിലൂടെയാണ് പോയത്. മദീനയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച് അസ്ഫാൻ, അമജ്, അൽഖറാർ, ദാസലം, ബത്നുറം, അങ്ങനെ 7 ദിവസം കൊണ്ടവർ മദീനയിലെത്തി. സീ കോസ്റ്റൽ കടപ്പുറം വഴിയാണ് പോയത്, സാധാ പോകുന്നതിലെ പോയില്ല. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഞാനതിലേക്ക്, എന്റെ വിഷയം ക്രൊണോളജി മാത്രമാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ റബീഉൽ അവ്വൽ 12 അവർ ഖുബായിലെത്തുന്നു. ആദ്യമായി ഒട്ടകം അവിടെ മുട്ടുകുത്തി. ദഊഹു ഫഇന്നഹാ മഅ്മൂറത്തുൻ മിനല്ലാഹ് എന്ന് പറഞ്ഞ കസ്വ എന്ന പ്രവാചകന്റെ ആ മഹാ ഒട്ടകം, സ്വർഗത്തിലും സ്ഥാനമുള്ള മഹാ ഒട്ടകം, പുണ്യ നബിയെ വഹിച്ച ഒട്ടകം, കസ്വഇന്റെ വാലിന്റെ പൂഞ്ഞയിൽ പതിഞ്ഞ മണ്ണിന്റെ മഹത്വം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതൊരു വലിയ മഹത്വമാണ്. അവിടെ പള്ളി കെട്ടി. തിങ്കളാണ് അവിടെ എത്തുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം ഖുബായിൽ തങ്ങി. ഒരു അഭിപ്രായ പ്രകാരം വെള്ളി കൂടി ഖുബായിൽ തങ്ങി. മുസ്ലിം ലോക ചരിത്രത്തിൽ ആദ്യത്തെ ജുമുഅ അന്ന് സംഭവിച്ചു. വെള്ളിയാഴ്ച ജുമുഅനന്തരം മദീനയിലേക്ക് പോയി. പ്രകമ്പിതമായ മദീനാഗമനം. ആ സംഭവത്തിലേക്ക് നാം പോകുന്നില്ല. പുണ്യനബി മദീനയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. ഒന്ന് അനാഥ മക്കളുടെ ആ ഈത്തപ്പഴം ഉണക്കുന്ന സ്ഥലം, അവിടെ മസ്ജിദ് നബവി കെട്ടി. പിന്നെ പുണ്യനബി വരുന്ന വാർത്ത കേട്ട് മദീനക്കാർ നേരത്തെ ഒരുങ്ങിയിരുന്നു നബിയെ സ്വീകരിക്കാൻ. വീടൊക്കെ അലങ്കരിച്ചു വെച്ചിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വേണ്ടത്ര അലങ്കരിക്കാൻ പറ്റാതെ പോയ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി അഷ്റഫുൽ ഖൽഖിന്റെ ഒട്ടകം മുട്ടുകുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ താമസിച്ചു. വീട്ടിൽ താമസിക്കുമ്പോൾ അബൂ അയ്യൂബ് അൻസാരിക്ക് കൺഫ്യൂഷനായി. 2 തട്ടൊന്നും പറയാൻ കഴിയില്ല. ഈത്തപ്പനയുടെ അട്ടി വെച്ച് താഴെയും മേലെയും ആൾക്കാർ കിടക്കാറുണ്ട്. നബിയെ താഴെ കിടത്തണോ മേലെ കിടത്തണോ? റസൂലുള്ള പറഞ്ഞു, ഞാൻ താഴെ കിടക്കാം. അബൂ അയ്യൂബ് അൻസാരിയും പത്നിയും സമ്മതിച്ചു. പക്ഷെ രാത്രിയായപ്പോൾ അബൂ അയ്യൂബ് അൻസാരിക്ക് സഹിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ തലയുടെ മീതെ എന്റെ കാലോ. താഴെ പോയി പറഞ്ഞു, നടക്കില്ല, അങ്ങ് മേലെ കിടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ആൾക്കാർക്ക് പെട്ടെന്ന് വരാനും പോകാനും എന്നെ കാണാനും സൗകര്യം, ഞാൻ താഴെ കിടക്കലാം. ഒറ്റ സംഭവം മാത്രം ഓർത്തതാണ്. സമ്മതിക്കേണ്ടി വന്നു ആതിഥേയനായ അബൂ അയ്യൂബ് അൻസാരിക്ക്. പക്ഷെ രാത്രി കടക്കുമ്പോൾ തന്റെ കാലുകൊണ്ട് ഒരു പാത്രം മറിയുകയും വെള്ളം താഴേക്ക് വരികയും ചെയ്തു. അബൂ അയ്യൂബ് അൻസാരിക്ക് ബേജാറായി. പുണ്യനബിയുടെ ഉറക്കം തെളിയുന്നുണ്ടോ? ഓടി വന്ന് നോക്കി, ഒരു തുള്ളിയെങ്ങാനും നബിയുടെ ദേഹത്തേക്ക് പതിയുന്നുണ്ടോ? പതിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് കട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് അത് തുടക്കാനൊപ്പാൻ തുണി ചോദിക്കുന്നതിന് പകരം അബൂ അയ്യൂബ് അൻസാരി മറിഞ്ഞ വെള്ളത്തിൽ കിടന്നങ്ങ് മറിഞ്ഞു. സ്വന്തം ദേഹം കൊണ്ട് വെള്ളമൊപ്പിയെടുക്കാൻ. അത് കണ്ടപ്പോൾ ഭാര്യയും കെട്ടിമറിഞ്ഞു. വലിയ വലിയ സംഭവങ്ങൾ. അങ്ങനെ പുണ്യനബി അവസാനിച്ച ദിവസമാണ് നേരത്തെ പറഞ്ഞ 632 ജൂൺ 8 തിങ്കൾ. നോക്കൂ, ഞാൻ ആ ഭാഗം പറയുകയല്ല, കുറച്ച് സമയം കൂടി ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ മാനദണ്ഡങ്ങൾ. ഇപ്പൊ ലോകത്തെ ഒറ്റൊരു കാര്യം, ഞാൻ വ്യക്തി മഹാത്മത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ കാര്യം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാൾ മാർക്സ് പ്രധാനപ്പെട്ട ആളാണ്. ക്രോണോളജി ബസ് ക്ലോസ്. കോൺഗ്രസുകാർക്ക് ഗാന്ധിജി വലിയ ആളാണ്. ഞാൻ പൊളിറ്റിക്സ് പറയാല്ല. ലോകത്ത് ഓരോ പ്രത്യയശാസ്ത്രക്കാർക്കും അവരുടെ നേതാവ് വലിയ ആളാണ്. ആ നേതാക്കന്മാരെ കൂട്ടത്തിൽ നിന്ന് എന്താണ് പുണ്യ നബിയുടെ ഒരു സംതിങ് സ്പെഷ്യാലിറ്റി? ഇസ്ലാമികമായ ഒരു മാനദണ്ഡമൊക്കെ മാറ്റിവെച്ച്
ഒരു സോഷ്യൽ, ഒരു സാമൂഹികമായ വിശകലനത്തിൽ എന്താണ് പ്രവാചകന്റെ ഏറ്റവും വലിയൊരു എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ അത് ഇതാണ്: പുണ്യനബി അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു. അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ല? ഗാന്ധിജി നല്ല ആളാണ്, വലിയ പ്രത്യയശാസ്ത്രാന്ന് ദേശീയവാദികൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഗാന്ധിജി നടന്ന പോലെ നടക്കണം എങ്കിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് കോൺഗ്രസിൽ ചട്ടമുണ്ടോ? ഇവിടെ എന്താ ഖദറിന്റെ ഒക്കെ വിഷയം നടക്കുന്നുണ്ടല്ലോ. ഗാന്ധിജി ജീവിച്ചതുപോലെ നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് മൈൻഡ് കൊണ്ടുപോകല്ലേ. എന്റെ ഏരിയയെ അതല്ല, ഞാൻ ആ നീയത്ത് വെക്കുന്നില്ല, മനസ്സിലാവാൻ പറഞ്ഞതാണ്. അർദ്ധനഗ്നനായി നടക്കണമെന്ന്. ചൂടുവെള്ളം പോലും, നിങ്ങൾ വെള്ളം ചൂടാക്കുമ്പോൾ പോലും ബാക്ടീരിയ ചത്തുപോകുമെന്ന് ശ്രദ്ധിച്ച ഗാന്ധിജി നേരത്തെ ഇവിടെ സ്വാമി പറഞ്ഞല്ലോ, ശിരോവസ്ത്രം എറിഞ്ഞുകൊടുത്ത് അറക്കൽ രാജ്ഞിയെ അല്ലെങ്കിൽ രാജകുമാരിയെ രക്ഷിച്ച കഥ. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ പോൾബന്ദറിൽ ഗുജറാത്തിലെ ട്രെയിൻ ഇറങ്ങിയപ്പോ അതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഥയിലേക്ക് പോവല്ല. മുഖം കഴുകാൻ ഒരുങ്ങിയപ്പോ അന്ന് ബാരിസ്റ്റർ പാസ്സായി, അന്നത്തെ അഡ്വക്കറ്റാണ് ഗാന്ധിജി. ഒരു ഹരിജശ്രീ കുളിക്കുന്നുണ്ട്, ഈ മാറിടം സ്ഥലം കാണുന്നുണ്ട്. ഒരു അന്യപുരുഷനെ കണ്ടപ്പോ ഈ അലക്കുന്ന പെണ്ണ് ഒന്നെടുത്ത് അതുകൊണ്ട് തന്നെ അലക്കുന്നതാണ്, അല്ലാതെ വെപ്രാളപ്പെട്ടു. തന്റെ രഹസ്യഭാഗം ഒരു അന്യപുരുഷൻ കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഗാന്ധിജിയുടെ ഓൾഡ് പിക്ചേഴ്സ് ഗൂഗിളിലുണ്ടല്ലോ, തന്റെ തലയെക്കിട്ടഴിച്ചിട്ട് വെള്ളത്തിലൂടെ ഇട്ടുകൊടുത്തു. ആ വസ്ത്രമാണ് ആ പെണ്ണ് നാണം മറക്കാൻ പിന്നീട് ഉപയോഗിച്ചത്. അന്നാണ് ഗാന്ധിജി തീരുമാനിച്ചത്, നാണം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത ഇന്ത്യയിൽ താനെന്തിന് ബാരിസ്റ്ററായി, ലോയലായി, അഡ്വക്കറ്റായി ജീവിക്കണം. അങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയായത്, ബഹുമാനപ്പെട്ട ഗാന്ധിയായത്. പക്ഷെ ഗാന്ധി ജീവിച്ച പോലെ ജീവിച്ചാലേ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് കോൺഗ്രസിൽ ചട്ടം കെട്ടിയാൽ കോൺഗ്രസിന്റെ അകത്ത് ആരാ ബാക്കിയുണ്ടാകുക? രാഹുൽ ഗാന്ധി ബാക്കിയുണ്ടാവും. പൊളിറ്റിക്സ് അല്ല എന്റെ വിഷയം, കാര്യം പറയണല്ലോ. കാൾ മാർക്സ് ജീവിച്ചതുപോലെ ജീവിക്കണം എങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് പറഞ്ഞാൽ അകത്ത് പിണറായി വിജയൻ ഉണ്ടാകുമോ? VS അച്യുതാനന്ദൻ ഉണ്ടാകുമോ? EMS നമ്പൂതിരിപ്പാട് ഉണ്ടാകുമായിരുന്നോ? ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് അവിടെ ഇല്ല. അവിടെയുള്ളത് പ്രത്യയശാസ്ത്രം അംഗീകരിക്കണമെന്നാണ്. പക്ഷേ അറിയുക, ആലോചിക്കുക. പുണ്യനബിയെ പ്രത്യയശാസ്ത്രപരമായി മാത്രം സ്വീകരിച്ചാൽ പോരാ. പുണ്യനബിയെ മോമിനീങ്ങൾ സ്വീകരിക്കുന്നത് ജീവിതം കൊണ്ട് അനുകരിക്കുകയാണ്. വെള്ള വസ്ത്രമാണ് പുണ്യനബിക്ക് കമ്പം, അതുകൊണ്ട് വെള്ള സുന്നത്ത്. തലേക്കെട്ടുണ്ടായിരുന്നു, അത് സുന്നത്ത്. താടി വെച്ചിരുന്നു, സുന്നത്ത്. എന്തിനേറെ മദീനയിലെ അടുക്കളയിലെ മെന്യു മാറി ഹിജ്റ സംഭവിച്ചതിന് ശേഷം. മദീനക്കാര് നോൺ വെജിറ്റേറിയൻസാം. ആട്ടിറച്ചിയും ഒട്ടകത്തിന്റെ ഇറച്ചിയും, നമ്മൾ ചോറ് എന്ന പോലെ ഇറച്ചി എന്ന കൗമാണ്. പക്ഷെ റസൂലുള്ള വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ്. നോക്കുമ്പോ ചപ്പാത്തി, അന്നത്തെ ഹുബസ്, ഇറച്ചിക്കറിയും വെച്ചു കൊടുത്താൽ, അന്ന് ഇറച്ചിക്കറിക്ക്, നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോൾ നമ്മൾ മൗലൂദിന് പൂള കപ്പിടുമല്ലോ, അതേപോലെ അവർ ചൊരങ്ങയിടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചപ്പാത്തിയും ചൊരങ്ങയിട്ട ഇറച്ചിക്കറിയും, അത് ഇറച്ചി ആടിന്റേതാണെന്ന അഭിപ്രായമുണ്ട്, ഒട്ടകത്തിൻ്റെന്നുണ്ട്, കോഴീൻ്റെതാണെന്നുണ്ട്. സീറകളിൽ റസൂലുള്ളാഹി തവി, എന്താ പറയുക, നമ്മുടെ കയ്യില് കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക്, പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പ്ലേറ്റ്, മൂലയിലേക്ക് തട്ടിയിട്ട് ചൊരങ്ങ മാത്രം സെലക്ട് ചെയ്ത് തിന്നുന്നത് കണ്ടു മദീനയിലെ ആളുകൾ. മദീനയിലൊരു നിലയും വിലയില്ലാത്ത ഒരു നാടോടി കർഷകനായിരുന്നു സയ്യിദുന സാഹിർ റളിയല്ലാഹു അൻഹു. ഇവിടെ ഡാം വന്നപ്പോ സെന്റിന് സ്ഥലം 13,000, പിന്നെ 1.30 ലക്ഷം, പിന്നെ ഇപ്പൊ 13 ലക്ഷത്തിലേക്ക് ചാടുന്നതല്ലോ. അതാണ് പിന്നെ ഉണ്ടായത്. മാർക്കറ്റിനെ സ്വാധീനിച്ചു നബിയുടെ വരവ്. സാഹിറിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി. ചരിത്രം നോക്കൂ. സാഹിറെ ഒരു ചാക്ക്, നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ഒരു ചാക്ക് ചരങ്ങ. സാഹിറെ അടുത്ത വിളവിലെ ചരങ്ങ എനക്ക്, അടുത്ത വിളവിലെ ചരങ്ങ എനിക്ക്. ചുരങ്ങക്ക് വേണ്ടി മത്സരമുണ്ടായി മദീനയിൽ. നോക്കൂ, 4 മദ്ഹബിൽ എവിടെയെങ്കിലും ചരങ്ങ കൂട്ടൽ സുന്നത്താണോ?
വേണ്ട. സൂഫിയാക്കൾക്ക് പല അഭിപ്രായം ഉണ്ടാകാം. ഫുഖഹാക്കൾക്കിടയിൽ പച്ചക്കറി കൂട്ടൽ പ്രത്യേകം സുന്നത്താണോ? അല്ല. എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു തവണ ഇറച്ചി കൂട്ടൽ സുന്നത്താണ് എന്നാണ് ഫിഖഹിന്റെ നിയമം. അതേസമയം മദീനയിൽ ആ ഫിഖഹിനപ്പുറം ഒരു ഇഷ്ക് പ്രവർത്തിച്ചു. ഇറച്ചി വേണ്ട, നൺ വെജിറ്റേറിയനിസം, ഞങ്ങൾക്ക് പച്ചക്കറി മതി. ആ പ്രശ്നം തീർക്കാൻ ആര് വേണ്ടി വന്നു എന്നറിയോ? സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി. മാർക്കറ്റിൽ കശവിശ. എന്താ പ്രശ്നം സാഹിറിന്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോ സാഹിറാകെ കൺഫ്യൂഷനിലാണ്. രണ്ട് പ്രശ്നം സാഹിറിന്റെ മുമ്പിലുള്ളത്. ആദ്യം ഏൽപ്പിച്ച ആൾ ഇവരാണ്, കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ്, ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ? അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ മിണ്ടി, ലാ തുസാവിമു അലാ മൻ തസാവമ. ഒരു വില പറഞ്ഞതിന് മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണ്ട. ഇത് പിന്നെ ലേലം വിളിക്കെതിരെ ചില ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇതിന്റെ കോണ്ടക്സ്റ്റ് പറയാണ്. ഇത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ചെയ്യരുത് എന്നാണ്. ലാ തുസാവിമു അലാ മൻ തസാവം. ഇങ്ങനൊരു നേതാവ് ലോകത്തുണ്ടോ? റസൂലുള്ള കാല് വെച്ചിട്ട് എത്ര കാൽ പതനം കൊണ്ടാണോ ഒരിടത്തെത്തുന്നത്, അത്ര കാൽവെപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇത്തിബാ ചെയ്യുന്ന സഹാബികൾ. നോക്കൂ എന്താണ് നടക്കുന്നത്, എന്താണ് നടന്നത്. നമ്മൾ വിചാരിക്കുന്ന, നമുക്കൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുക്കും മീതെ, അതുക്കും മീതേക്കും മീതെയാണ് ഫൗഖഹു വ ഫൗഖഹു വ ഫളൻ ഫൗഖഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഊഹിക്കാൻ കഴിയില്ല. കാല് നീണ്ട ആളും കുറച്ച് വെച്ചു. കാരണം റസൂലുള്ള അങ്ങനെ വെച്ചത്. റസൂലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോകുമ്പോ മീഖാത്ത് കഴിഞ്ഞ് ഹറമിലേക്ക് പോകുന്നതിനിടയിൽ ഹദീസിന്റെ കിതാബിൽ ആ ഭാഗം കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഒരു മരം ഉണ്ടായതിന്റെ പേരിൽ തല താഴ്ത്തിയിട്ടുണ്ട് ഒട്ടകപ്പുറത്തിരിക്കുമ്പോ. കാരണം അപ്പോ തല നേരെ വെച്ചാൽ തലേക്കെട്ട് ആ മരത്തിന്റെ കമ്പിന് കൊള്ളും. ആ മരം പിന്നീട് മുറിക്കപ്പെട്ടു. ആ മരം മുറിക്കപ്പെട്ടപ്പോ സയ്യിദിന ഉമറുൽ ഫാറൂഖിന്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോ ആ സ്ഥലത്തെത്തിയപ്പോ വാഹനപ്പുറത്തുനിന്ന് വെറുതെ തലതാത്തി. അല്ല, നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങളെന്തിനാ ഇവിടുന്ന് തലതാത്തിയത്? കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തലതാത്തിയിരുന്നു. ഇപ്പൊ മരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, വെറുതെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനികളായ ഉമറാക്കൾ ഒരു പക്ഷേ ഹദീസിന്റെ കിതാബ് അങ്ങനെ ഓതണമെന്നില്ലല്ലോ. ഇന്നും ഇവിടെയുള്ള പള്ളി ദർസിൽ അറബി കോളേജുകളിൽ ബുഖാരിയുടെ ഹജ്ജിന്റെ ബാബ് ഉസ്താദുമാർ ഓതിത്തരുമ്പോ ഇഹ്റാം കെട്ടുന്ന ഭാഗം പറയുമ്പോ ഷെയ്ഖുൽ ഹദീസ് ചിരിക്കും. ആരാണ് എടുത്തിരുന്നത്? ആ ഭാഗം പറയുന്നയാള് മോണ കാട്ടിച്ചിരിക്കും. അവിടെ ഒരു കോമിക്കോ കോമഡിയോ തമാശയോ പറയുന്ന ഭാഗമല്ല. എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ സംഭവം നടക്കുന്ന സമയത്ത്, ഇഹ്റാം ചുറ്റി നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്. അതേ ലോജിക്ക് കൊണ്ട്, സ്നേഹത്തെ ലോജിക്ക് കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രണയത്തെ, ഹൃദയാർദ്രതയെ, ആർദ്രതയെ, രാഗത്തെ, അനുരാഗത്തെ യുക്തി കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല. പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു സയ്യിദിന സുലൈമാൻ അലൈഹിസ്സലാം. ഒരിക്കൽ നടന്നു പോകുമ്പോ ഒരു മരത്തിന്റെ കമ്പിൽ നിന്ന് ഒരു ലവ് ബേർഡ്സ്, രണ്ട് ഇണക്കുരുവികൾ സംസാരിക്കുകയാണ്. അതിൽ ആൺകിളി പെൺകിളിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്തും എവിടെ വെച്ചും എപ്പോഴും എത്തിച്ചു തരും. ഓഫറാണ്, എന്റെ കൂടെ വരണം രജിസ്റ്റർ വിവാഹത്തിന്. അപ്പൊ പെൺകിളി ചോദിച്ചു, ആണോ? എങ്കിൽ പറ, ബൽക്കീസിന്റെ സിംഹാസനം എത്തിച്ചു തരുമോ? അപ്പൊ ആൺകിളി പറഞ്ഞു അതും. ഇത് കേട്ടു സയ്യിദിന സുലൈമാൻ അലൈഹിസ്സലാം. ഈ കഥയെക്കുറിച്ച് കിസ്സ ഈസവിയാന്നുണ്ട് തഫ്സീറിൽ, ഇവിടെ പറയണം. തഫ്സീറിലുണ്ട്, പക്ഷെ ഇത് ഓറിയന്റലിസ്റ്റ് കഥയാണെന്നുണ്ട്. പക്ഷെ കഥ കേൾക്കാൻ ഭംഗിയുള്ള കഥയാണ്. സെമിറ്റിക് സോളമൻ അലൈഹിസ്സലാം ആ ആൺകിളിയോട് ചോദിച്ചു, പറഞ്ഞോ, പക്ഷെ ഇത്ര വേണോ? നമ്മളെ കുട്ടികൾ പറയല്ലോ, തള്ളിക്കോ, ഒരു മയത്തിലൊക്കെ എന്ന് പറയല്ലോ. ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടു തരൂ, ഒരു മയത്തിൽ തള്ളിക്കൂടെ എന്ന് ആൺകിളിയോട് ചോദിച്ചപ്പോ ആൺകിളി പറയുന്നുണ്ട് സുലൈമാൻ അലൈഹിസ്സലാമിനോട്, നിങ്ങൾ വലിയ നബിയായിരിക്കും, വഹിയും കിട്ടുന്നുണ്ടാകും, പക്ഷെ പ്രേമിക്കുന്നവരുടെ ഭാഷ സുലൈമാൻ നബിയെ നിങ്ങൾക്കറിയില്ല. അതാണ് ഉണ്ടായത്.
അതുകൊണ്ട് എന്തിനാണ് ഈ ഉമ്മത്ത് തലതാഴ്ത്തുന്നത് എന്നതിന് ഇവിടെയുള്ള നവീനവാദികൾ ഹദീസ് തപ്പേണ്ടതില്ല, പ്രമാണം നോക്കേണ്ടതില്ല. അത് ഇഷ്കിന്റെ ഭാഷയാണ്. ഞാൻ ചുരുക്കുന്നു, ഇത്രയാണ് പറഞ്ഞത്. അനുസരിക്കപ്പെടുക മാത്രമല്ല, ജീവിതം കൊണ്ട് അനുകരിക്കപ്പെട്ടു. ലാസ്റ്റ് ഭാഗം നമ്മൾ അനുഭവിക്കുന്ന ഒരമാനുഷികത തിമത്താവും കരുതിയത്. അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കിത് ശരിയാണെന്ന് തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെയാണ് 1500 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി പറയാൻ കഴിയുക? റസൂലുള്ളാഹി പറഞ്ഞ ഏത് കാര്യമാണ് അതേപോലെ സംഭവിക്കാതിരിക്കുന്നത്? ഇത് ഏതുദാഹരണമാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഹജ്ജിന്റെ പറഞ്ഞ പോലെ നോക്കൂ. ഗൾഫ് കാണാത്ത ആളുകൾ ഫോട്ടോയിലെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. 1950 ദുബൈ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ അടിച്ചോക്ക്. ഇതൊരു പ്രസംഗമായിട്ട് കൂട്ടണ്ട, നമുക്ക് ഒന്നിച്ച് ഫീൽ ചെയ്യാം. 1950 ഒരു 70 കൊല്ലം മുമ്പുള്ള ദുബൈ സിറ്റി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നു, നിലവിലുള്ള കൽപ്പറ്റ സിറ്റിയുടെ അത്രയും വലിപ്പമില്ല ബിൽഡിങ്ങിന്റെ പൊക്കം കൊണ്ട്. സംശയമുള്ളവർ ഈ ഇരുന്ന ഇരിപ്പിൽ നോക്ക്. 50 കൊല്ലം മുമ്പുള്ള ദുബൈ, 800 സംതിങ് മീറ്റർ പൊക്കമുള്ള ബുർജ് ഖലീഫ ഇന്നുള്ള ദുബൈ, 50 കൊല്ലം മുമ്പ് ബിൽഡിങ്ങിന്റെ പൊക്കം നോക്കിയാൽ നിലവിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ അത്ര ഡെവലപ്ഡ് അല്ല. ദുബൈ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദോഹാന്റെ പറയണ്ട, അബുദാബിന്റെ പറയണ്ട, മസ്കത്തിന്റെ പറയണ്ട, റിയാദിന്റെ പറയണ്ട, പിന്നെ ഏതാ ബാക്കി കുവൈത്തിന്റെ പറയണ്ട, ഒരു GCCന്റെ പറയണ്ട. ഇവിടെ എണ്ണ കണ്ടുപിടിച്ചില്ലെങ്കിൽ അറേബ്യക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമായിരുന്നു? ഇല്ല, സാംസ്കാരികമായിട്ടല്ലാതെ വിശ്വാസപരമായിട്ടല്ലാതെ. പക്ഷേ 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ. അത് വേറെ ഹദീസാണ്. 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളം പറയുമ്പോ ഫഅഖ്ബർനി അൻ അമാറാതിഹാ. എസ്കറ്റോളജിക്കൽ വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഹദീസ്. അന്ത്യനാളിന്റെ കാലഘട്ടമാകുമ്പോ അൻതലിദൽ അമതു റബ്ബതഹ, കാര്യങ്ങൾ അട്ടിമറിയും. ഓരോന്നും പറയാൻ ഞാൻ വെറുതെ പറയല്ല, മണിക്കൂറുകൾ ആവശ്യമാണ്. കാര്യങ്ങൾ അട്ടിമറിയും. പഴയ ഉസ്താദന്മാര് പറയലെങ്ങനെയെന്നറിയോ? ഇന്നിക്കാസുൽ ഉമൂർ. പണ്ടൊക്കെ വിളക്ക് മേലോട്ടാണ്, പാട്ട വിളക്ക് മണ്ണെണ്ണാൻ്റെത്. ഇപ്പൊ താഴോട്ടായില്ലേ എന്നാണ് ബൾബ് വന്നപ്പോ. പണ്ടൊക്കെ അമ്മിക്കുട്ടി ഉരുണ്ടു, അമ്മി അവിടെ തന്നെ നിന്നു. ഗ്രൈൻഡർ ആയപ്പോഴോ അമ്മി കറങ്ങാൻ തുടങ്ങി, കുട്ടി ആജ്ഞാപിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് പഴയ ഉദാഹരണം. കൃത്യമാണ്. അത് വന്ന് ഇപ്പൊ എന്തുപോലും മാറി. പ്രിയപ്പെട്ടവരെ, വയനാടിന്റെ കുഗ്രാമത്തിൽ പോലും AM ഉം PM ഉം മാറിയില്ലേ? നിങ്ങൾക്കല്ല എന്ന് പറയാൻ കഴിയോ? രാത്രി 12 മുതൽ ഉച്ചക്ക് 12 മണി വരെയല്ലേ പകൽ? ഉച്ചക്കത്തെ 12 മുതൽ രാത്രിക്കത്തെ 12 മണി വരെയല്ലേ പകൽ? മറ്റേതല്ലേ രാത്രി. ഉണരേണ്ട സമയം, ഉറങ്ങേണ്ട സമയം. ഇന്ന് കുഗ്രാമങ്ങളിൽ പോലും മനുഷ്യർ ഉണരുന്ന സമയം ഏതാ? എന്നെ ചില ഹോട്ടലിലൊക്കെ പേരെന്താ? 2 o'clock, 4 o'clock, 5 o'clock. കടാന്റെ പേര് തന്നെ. ഉച്ചക്കത്തെ 2 മുതൽ പൊൽച്ചക്കത്തെ 2 വരെ പകൽ. വൈകുന്നേരത്തെ 4 മണി മുതൽ പൊൽച്ചക്കത്തെ 4 മണി വരെ പകൽ. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് തൊണ്ടയാട് ബൈപ്പാസിൽ നിന്ന് രാവിലെ 10 മണിയുടെ നേരത്ത് ഒരു കട്ടൻ ചായയും പഴംപൊരിയും കഴിക്കണമെന്ന് കരുതിയാൽ മെഡിക്കൽ കോളേജിന്റെ റോട്ടിലേക്ക് വരേണ്ടി വരും. മൊത്തം ക്ലോസ് ആണ്. അവിടെ പകൽ ആരംഭിക്കുന്നത് ഉച്ചക്കത്തെ 11-12 മണിക്കാണ് ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. എപ്പാ ടർഫ് തുറക്കാൻ തുടങ്ങുന്നത്? വയനാട്ടിൽ. എപ്പോഴായിരുന്നു പണ്ട് കളിച്ചിരുന്ന ആളുകൾ? രാവിലെ, വൈകുന്നേരം. നിലവിൽ രാവിലെ ഉറക്കം, വൈകുന്നേരം കറക്കം. എപ്പോഴാണ് കളി? 12 മണിക്ക് ശേഷം. അതിന്റെ ഇസ്ലാമികമായ ആചാര ലംഘനമല്ല ഇവിടെ എന്റെ വിഷയം. അൻതലിദൽ അമതു റബ്ബതഹ, ഘടന തെറ്റും എന്ന് പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത. ഞാൻ 1 മണി വരെയാണ് കരുതിയത്. 1 മണിയായി. എപ്പോഴാണ് നിർത്തേണ്ട? അപ്പോ ഒന്ന് തോണ്ടിയാ ഞാൻ നിർത്തും. എന്റെ കാരണത്താൽ ഫൈസി ഹുസൈനെ ഏൽപ്പിച്ചു. വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആഅശാതി യതതാവലൂന ഫിൽ ബുന്യാൻ. ഇത് അറബികളെ കുറിച്ചാണ്. 50 കൊല്ലം മുമ്പ് കൽപ്പറ്റ സിറ്റിയുടെ വലിപ്പമില്ലാത്ത ദുബൈയിലെ അറബികളോടാണ് ഈ പറയുന്നത്. അൻതറൽ ഹുഫാത അൽ ഉറാത
ചെരുപ്പ് ധരിക്കാൻ പോലും ഗതിയില്ലാത്ത അറബികളെ നിങ്ങൾ കാണും. അറബികൾ ആക്ഷേപിക്കുകയല്ല. അൽ ഉറാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അൽ ആലത്ത, ദരിദ്ര കുചേലന്മാരായ, റിയായ ഷാത്തി, ആട്ടുടയന്മാരായ, ആടുജീവിതം നയിച്ചിരുന്ന അറബികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യതതാവലൂന ഫിൽ ബുന്യാൻ, അട്ടിക്കട്ടിക്കട്ടിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കുന്നത് കാണാൻ കഴിയുമെന്ന്. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത മരുഭൂമിയിൽ നിന്ന് അന്ത്യനാൾ ആദ്യമേ കണ്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണാൻ, എങ്ങനെ പറയാൻ കഴിഞ്ഞു? രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത മരുഭൂമിയിൽ. മദീനയിലെ മസ്ജിദ് പറഞ്ഞാൽ മഴ പെയ്താൽ ചോർന്നൊലിക്കും. പക്ഷെ ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, എന്റെ വെള്ളക്കൊട്ടാരം നോക്കി ദജ്ജാല് പറയും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരതാണ് കേട്ടോ ഈ വമ്പൻ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ, പുണ്യനബി പറയുകയാണ്, ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കടലാസിന്റെ കോണ് ചുരുട്ടി കാണിക്കുന്ന പോലെ ചുരുട്ടി എന്റെ കയ്യിൽ അള്ളാഹു വെച്ചു തന്നു. സവ്വാ എന്ന കോണാക്കി എന്നാണ്. നമ്മൾ കടലാസ് കയറി തോണി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി വീണ്ടും മടക്കുമല്ലോ. ഭൂമിയെ 4 ഭാഗത്തും മശാരികഹാ വ മഗാരിബഹാ ഫോൾഡാക്കി കയ്യിൽ കാണിച്ചു തന്നു. അന്ത്യനാളോളം സംഭവിക്കുന്ന കാര്യം എന്നിട്ട് പറയുകയാണ്. നോക്കൂ, ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് അറ്റ് മിനിമം ലെവൽ ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? എങ്ങനെ ഇത് ശരിയായി? കേവലം 1ഉം 2ഉം സംഗതിയല്ല. ഇത് ഇറാനും, ഞാൻ പറഞ്ഞ എപ്പോ നിർത്തണം അപ്പോ എന്നെ തോണ്ടിയാൽ മതി. ഇറാനും ഇസ്രായേലും യുദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ 1 മാസമായി യുദ്ധം തീർന്നിട്ടില്ല. ഇപ്പം എടാടുപ്പിൽ നിന്നാണ് യുദ്ധം, വന്ന അടുപ്പിൽ നിന്നായിരുന്നു യുദ്ധം. ചെറിയ മാറ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ യുദ്ധം കത്തിക്കുന്ന അമേരിക്ക എവിടെ നിന്ന് വരുന്നതാണ്? പസഫിക് സമുദ്രത്തിന്റെ അപ്പുറത്തുനിന്ന് വരണം ആ ചങ്ങാതിക്ക്. പിന്നെ ആരാ ഇപ്പുറത്ത്? വേൾഡ് പവർ നോക്കൂ, റഷ്യ. റഷ്യ മിഡിൽ ഈസ്റ്റിൽ ഉള്ള രാജ്യമല്ലല്ലോ. റഷ്യ ഈസ്റ്റേൺ എൻഡാണ്, അമേരിക്ക വെസ്റ്റേൺ എൻഡാണ്, ചൈന അതിന്റെ നടുവിൽ കിടക്കുന്ന വേറെ രാജ്യമാണ്. പക്ഷേ ഇസ്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് മുഴുവനും മിഡിൽ ഈസ്റ്റ് ആണ്. ഇസ്ലാമിന്റെ അന്ത്യനാളിന്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ലോക വൻശക്തികൾക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പോലും നാം ജീവിക്കുന്ന കാലത്തും മിഡിൽ ഈസ്റ്റ് ആവശ്യമാണ്. സൗദി എവിടെ? സൗദി തന്നെയായിരിക്കും. സൗദിയും ഇറാനും GCCയും ഇസ്രായേലും പാലസ്തീനും ഈജിപ്തും സിറിയയും ലബനാനും മുകളിൽ തുർക്കി വരെയുള്ള ഈ മിഡിൽ ഈസ്റ്റ് പ്രവിശ്യയിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഭൂമിക മുഴുവനും അതാണ്. അന്ത്യനാളിന്റെ കാര്യങ്ങൾ പ്രവാചകൻ എണ്ണിയ സംഭവങ്ങളിൽ ഒരിടത്തും അമേരിക്കയില്ല. ഒരിടത്തും അമേരിക്കയില്ല. ഒരിടത്തും അറേബ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും, അറേബ്യ എന്ന് പറയുന്നില്ല, മിഡിൽ ഈസ്റ്റിന്റെ വെളിയിലുള്ള പ്രദേശങ്ങളില്ല. മഹ്ദി യുദ്ധം, ഹർമജദൂൻ പോരാട്ടം, ഈസാ അലൈഹിസ്സലാമിന്റെ വരവ്, 1400 കൊല്ലം മുമ്പ് പ്രവാചകന്റെ രാഷ്ട്രീയ ക്രാന്തദർശിത്വം മുഖേന എണ്ണി പറഞ്ഞു, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് മനുഷ്യന്റെ സംസ്കാരം തുടങ്ങിയത്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവസാനം മനുഷ്യന്റെ അവസാന കാലവും ഉണ്ടാവുക. നോക്കുമ്പോ ഇന്നത്തെ ഒരു ടെൻഡൻസി നോക്കിയാൽ, ഞാനത് വെറുതെ പറയുന്നല്ല, അമേരിക്കക്കും വേണം മിഡിൽ ഈസ്റ്റ്, റഷ്യക്കും വേണം മിഡിൽ ഈസ്റ്റ്, ചൈനക്കും വേണം മിഡിൽ ഈസ്റ്റ്. താലിബാനൊക്കെയാണ് ചൈനയുടെ വലിയ ഫ്രണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ രാഷ്ട്രീയം പറയുകയല്ല. പ്രവാചകന്റെ ദർശനത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളെ ലോകത്ത് 2025 നാം ജീവിക്കുന്ന ദിവസത്തിലും സംഭവിക്കുന്നുള്ളൂ. ദിവസത്തിലും സംഭവിക്കുന്നുള്ളൂ. ഒറ്റൊരു ഹദീസ് കൂടി പറയട്ടെ, ഒറ്റൊരു ഹദീസ്. ഈ പോക്ക് പോയാൽ നമ്മുടെ വിശ്വാസ പ്രകാരം സയ്യിദുനാ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമല്ലോ. ബൈത്തുൽ മഖ്ദസിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും മോചനം ഇമാം മഹ്ദിയിലൂടെയാണ് സംഭവിക്കുക. ആ കാലഘട്ടത്തിൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഇറങ്ങും. എവിടെ എന്നാണ് ഹദീസിലുള്ളത്? ആലോചിക്കേണ്ട വിഷയമാണ്. ഫയൻസിലു ഈസാ ഇബ്നു മറിയം ഇൻദൽ മിനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക. സ്വഹീഹ് മുസ്ലിം. എത്ര കൃത്യമാണ് ഹദീസ്.
ഇറങ്ങുന്ന രീതി പോലും പറഞ്ഞു. ഫീ മിഹ്വദതൈനി വാളിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ ഇദാ തൗതഅ റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദാ മിൻഹു ജുബാൻ കല്ലുഉലു ഫലാ യഹില്ലു ലിൽ കാഫിർ യജ്ദു റീഹ നഫസിഹി ഇല്ലാ മാസ് വരീഹു നഫസിഹി യൻതഹി ഹൈതു യൻതഹി തർഫുഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായ പുണ്യനബി പറയുകയാണ്, കയ്യിൽ ആപ്പിൾ ഐഫോൺ വന്ന പോലെയാണ് പറയുന്നത്. ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ ഫ. അങ്ങനെ മഹ്ദിയും ഇമാമത്തെ നിൽക്കവേ ഫയൻസിലു ഇറങ്ങി വരും. ഈസ ബിൻ മറിയം ഇറങ്ങി വരും. എവിടെയെന്നറിയോ? ഇൻദൽ മിനാരത്തിൽ ബൈദാ, വെള്ള മിനാരത്തിന്റെ അരികെ, ശർഖിയ ദിമഷ്ക, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള. ഇത് പറയുന്ന കാലം ഞാൻ നേരത്തെ എണ്ണി. ക്രിസ്തബ്ദം 630കളിൽ ലോകത്ത് ദമസ്കസ് എന്ന് പറയുന്ന ഒരു പട്ടണമില്ല. ഇതൊരു ചില്ലറ നബിയല്ല. അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത ഒരു ചില്ലറ കൂട്ടത്തിലേക്കുമല്ല. പുണ്യ നബി എന്ന് പറയുമ്പോൾ ദിമഷ്ക് എന്ന ഒരു വാക്ക് അറബിയിലില്ല. സിറിയക്ക് ക്യാപിറ്റലായി ഡമസ്കസ് വരുന്നത് അമവി ഭരണകാലത്താണ്. പക്ഷെ പുണ്യ നബി പറഞ്ഞു ഇൻദൽ മിനാരത്തിൽ ബൈദാ. ഏതെങ്കിലും ദുർബലമായ ഹദീസല്ല. സ്വഹീഹ് മുസ്ലിം നിഷേധിച്ചാൽ ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യം തന്നെ ഫലത്തിൽ ഇസ്ലാം അത് പുറത്താകും. ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിന്റെ ചാരയെ ഇറങ്ങി വരും. ഇന്ന് ഒരു അഭിപ്രായ പ്രകാരം ഡമസ്കസ് നഗരത്തിലുള്ള വലിയ ജുമാഅ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് വെള്ള മിനാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അമവി ഭരണകാലത്ത് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. എത്രയോ യുദ്ധങ്ങൾ, ആഭ്യന്തര യുദ്ധം, സിറിയ നമുക്കറിയാമല്ലോ. ബഷാർ അൽ അസദിന്റെ കാലത്ത് 20 കൊല്ലമായി യുദ്ധം, ഒരു മാസമേ ആയിട്ടുള്ളൂ സീസ്ഫയർ ആയിട്ട്. എല്ലാ യുദ്ധങ്ങളും, രാസായുധം പോലും സിറിയയിൽ പൊട്ടി. പക്ഷേ ഈ വലിയ ജുമാഅ പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരം സേഫ്. ഇത് നമ്മുടെ വാദമല്ല. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആ വെള്ള മിനാരത്തിന്റെ മീതയാണ്. രണ്ട് മലക്കിന്റെ ചിറകിൽ കൈ ഊന്നിക്കൊണ്ട് പുണ്യ നബി പറയുന്നു, സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരിക. ചായം പൂശിയ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരിക. തല കുടഞ്ഞാൽ ഖതറ, വെള്ളം തെറിക്കും. പിന്നെയോ എന്നിട്ട് ഇത് കഴിയും. തല കുടഞ്ഞാൽ വെള്ളം തെറിക്കും. തല ഉയർത്തിയാലോ മുത്തുമണികളെ പോലുള്ള ജലതുള്ളികൾ തെറിക്കുന്നതും നിങ്ങൾ കാണും. ഈസാ അലൈഹിസ്സലാം എന്നിട്ട് ബൈത്തുൽ മഖ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക് പോകും. അഖ്സായിലേക്ക് പോകുമ്പോൾ അവിടെ സ്വബഹിയുടെ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇത് വീഡിയോ ആണ്, പുണ്യ വീഡിയോ പറയുകയാണ്. ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇഖാമത്ത് കൊടുക്കുമ്പോഴുണ്ടാകും ഒരാൾക്കൂട്ടം, ഒരു ജഗപക. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ വരവാണ്. ആ വരവ് എങ്ങനെ അറിയാനറിയോ? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ ശ്വാസത്തിന്റെ സുഗന്ധമേറ്റ് ഈസാ അലൈഹിസ്സലാമിന്റെ എതിരാളികൾ മരിച്ചു പോകും. ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫസിഹി. ശ്വാസോച്ഛ്വാസത്തിന്റെ കാറ്റേൽക്കുന്ന ആളുകൾ ഇല്ലാ മാസ്. അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ സുഗന്ധമോ വരീഹു നഫസിഹി യൻതഹി ഹൈതു യൻതഹി തർഫുഹു. കണ്ണിന്റെ കാഴ്ച എവിടെയാണോ തീരുന്നത് അവിടെ വരെ സുഗന്ധം ഉണ്ടാകും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സിറിയയിൽ നിന്ന് ഈസ ഇറങ്ങുമ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോൾ മഹ്ദി ഇമാം പറയുന്നുണ്ട്, മഹ്ലൻ ഒരാൾ വരുന്നുണ്ട്, വെയിറ്റ്. ഇഖാമത്ത് കഴിയുമ്പോഴായിരിക്കും മഹ്ദി ഇമാമിന്റെ വേണ്ടി സുബഹിയുടെ ഇഖാമത്ത് കഴിയുമ്പോഴായിരിക്കും ഈസാ അലൈഹിസ്സലാം പള്ളിയിൽ കയറി വരുന്നത്. അപ്പോൾ മഹ്ദി ഇമാം ഈസാ അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചിട്ട് കുറച്ച് ബേക്കോട്ടേക്ക് വരും. ഈസാ അലൈഹിസ്സലാം പറയും, ലക ഉഖീമത്തുസ് സ്വലാ. മഹ്ദി നിങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് മുടക്കിയ സുബഹിയാണ്, നിങ്ങൾ തന്നെ നിൽക്കൂ. ആ ഹദീസിന്റെ തീർച്ച ഇങ്ങനെയാണ്, മിന്നല്ലദീ യുസല്ലി ഖൽഫഹു ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം മൗമുമായി നിൽക്കുന്ന ഇമാം എന്റെ ഉമ്മത്തിൽപ്പെട്ട, നമ്മിൽപ്പെട്ട ആളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം ഏകദേശം അതിനോടടുത്ത് നിൽക്കുന്നു. 1500 കൊല്ലം മുമ്പ് തുടങ്ങി ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഒഴുകി നാം അനുഭവിക്കുന്ന ഈ കാലത്ത് എത്തി നിൽക്കുമ്പോഴും അതിനെയൊന്നും നിഷേധിക്കത്തക്ക നിലയിൽ വെളിവായി വരുന്ന മറ്റൊന്നും ഭൂമിയുടെയോ മനുഷ്യരുടെയോ പ്രകൃതിയുടെയോ ഒന്നിന്റെയും മണ്ഡലങ്ങളിൽ കാണുക സാധ്യമല്ല. ആ സാദിഖുൽ വഅദുൽ അമീനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഖദ് ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമൻ മഖബൂലൻ മർളിയ മുസ്തജാബ ദഅവാതി വമഖദിയൽ ഹാജാത് വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മർസൂമാ ലാ തജഅൽ ഫീനാ വലാ മനാ വലാ മിന്നാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.